നമസ്തേ എവരി വൺ. ബോഡി ഷെയ്മിങ് ഇഷ്യൂ എന്ന് പറയുന്നത് ലോകം മുഴുവൻ കേൾക്കുന്ന ഒരു സംഭവമാണ്. അപ്പം പ്രത്യേകിച്ച് ആൾക്കാർക്ക് ശരീരത്തെക്കുറിച്ച് നമ്മൾ വിവേചനം, ഈ കളറിനെ കുറിച്ചുള്ള മനസ്സിലുള്ള വിവേചനം, അത് ഓപ്പണായിട്ട് പറയുക. നമ്മളിപ്പോൾ ഇന്ത്യയിൽ എത്ര വെളുത്തതെന്ന് പറയുന്ന ആൾക്കാരും നമ്മൾ യൂറോപ്പിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ഏതാണ്ട് ചെറിയ ബ്രൗണിഷാണ്. അപ്പോൾ അവർക്ക് ആ മനസ്സിലുള്ള ഫീലിംഗ് എന്താണ്, നമ്മുടെ ഫീലിംഗ് എന്താണ്? ആക്ച്വലി ഈ വെളുത്ത ആൾക്കാർക്കുള്ള ഏറ്റവും വലിയ പ്രോബ്ലം, വെളുത്ത ആൾക്കാർ ഒരു 10-50 വയസ്സ് വരെ കുഴപ്പമില്ല, 50 വയസ്സൊക്കെ കഴിയുമ്പോൾ പെട്ടെന്ന് ചുളിയാൻ തുടങ്ങും. നല്ലപോലെ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് ഏജിലാവും. അതേസമയത്ത് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഈവൻ വിമൺ ആണെങ്കിലും ശരി, ഈ 60, 65, 70 ഒക്കെ അവർക്ക് ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ബ്ലാക്കിനുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൺലൈറ്റ് കൊണ്ട് അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാകുന്നില്ല. തന്നെയല്ല, അവർക്ക് വളരെ നല്ലതാണ്. ബ്ലാക്ക് ഈസ് ഓൾസോ ബ്യൂട്ടിഫുൾ എന്നവർ ചിന്തിക്കുകയാണ്. ഈ കറുപ്പിന് 7 അഴുകാണെന്നൊക്കെ ചിന്തിക്കുന്ന അല്ലെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ സ്കിൻ ശരിക്കും പറഞ്ഞാൽ എത്രയാണ്? ഈ അല്പം മാത്രമല്ലേ പുറത്തേക്കുള്ളൂ. അപ്പോൾ സ്കിന്നിനെ വെച്ചുകൊണ്ട് വിലയിരുത്തുക. ഈ അഷ്ടാവക്ര എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ വേറൊരു യൂട്യൂബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരീരത്തിൻ്റെ 8 ഭാഗങ്ങൾ വളവുകളും ഒടിവുകളും തിരിവുകളും ഒക്കെ ഉണ്ടാഞ്ഞ് ഈ മനുഷ്യൻ ജനക രാജാവിൻ്റെ കൊട്ടാരത്തിൽ സദസ്സിലേക്ക് ചെല്ലുമ്പോൾ ഇയാളെ കണ്ട് എല്ലാവരും കളിയാക്കി ചിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുക രാജാവിനോട്, അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ സദസ്സിലുള്ളവരെല്ലാം ചെരുപ്പ് കുത്തികളാണ്. അപ്പോൾ രാജാവ് ചോദിച്ചാൽ എന്താ ഇങ്ങനെ ചോദിച്ചത്? അല്ല, എൻ്റെ രൂപത്തെ കണ്ടിട്ടാണ് എനിക്ക് വിലയിട്ടത്. കാരണം ആ ചെരുപ്പൂത്തിയുടെ മനസ്സുള്ളവർക്ക് മാത്രമേ അങ്ങനെ തോന്നത്തുള്ളൂ. അപ്പോൾ പിന്നീട് അദ്ദേഹം പറഞ്ഞു വരുമ്പം ഈ ജനക മഹാരാജാവ്, സീതയുടെ പിതാവായ ജനക മഹാരാജാവ് തന്നെ ഈ അഷ്ടാവക്രൻ്റെ ശിഷ്യനായി തീർന്ന് പിന്നീട് അദ്ദേഹം ഒരു പൂർണ്ണമായ സന്യാസിയായി അഷ്ടാവക്രനെ ഗുരുവായി സ്വീകരിച്ച് വരുന്ന ഒരിതാണ്. അതിന് നമ്മളിപ്പോൾ അഷ്ടാവക്രൻ എന്ന് പറഞ്ഞ് നിങ്ങൾ യൂട്യൂബോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണും എങ്ങനെയാണ് അയാൾ അങ്ങനെ ആയിത്തീർന്നത്, പിന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ശക്തി, കഴിവ്. അപ്പം നമ്മളെപ്പോഴും ശരീരത്തിൻ്റെ രൂപം കണ്ടിട്ടല്ല നമ്മളൊരാളെ വിലയിരുത്തേണ്ടത്. അത് വളരെ വ്യക്തമാണ്. അപ്പം ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ഇപ്പോൾ എനിക്ക് ലോകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന, എന്നെ പഠിപ്പിച്ചിട്ടുള്ള, നേരിട്ട് ഞാൻ മുന്നിലിരുന്ന് പഠിച്ചിട്ടുള്ളതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഓപ്ര വിൻഫ്രിയാണ്. ഓപ്ര വിൻഫ്രിയുടെ ഒപ്പം നിങ്ങൾ ഗൂഗിളിൽ ഇമേജ് ഒന്ന് അടിച്ച് നോക്കിക്കേ. അവർ ഒരു ബ്ലാക്കാണ്, പക്ഷെ അവർ ലോകത്ത് ചെയ്തിട്ടുള്ള മാറ്റങ്ങൾ എന്തുമാത്രമാണ്. അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള സ്പെഷ്യൽ ട്രാജഡിക്കകത്തോടെ അവരെങ്ങനെ കയറി വന്നു. അപ്പം അവരുടെ ഓരോ പ്രോഗ്രാമിനും അമേരിക്കൻ പ്രസിഡന്റ് വരുന്ന കഴിഞ്ഞ് കൂടുതൽ ആൾക്കാരാണ് ഈ പറഞ്ഞ ഓപ്ര വിൻഫ്രിയുടെ ഒരു പ്രോഗ്രാം വരുവാണെങ്കിൽ അതിനകത്തോട്ട് അത് നേരിട്ട് കേൾക്കാനായിട്ട് ആൾക്കാർ കയറുന്നത്. അവരെന്തുമാത്രം ലോകം റെസ്പെക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ബ്ലാക്ക് ബ്യൂട്ടിഫുൾ അല്ലേ. മറ്റൊരു കാര്യം, എനിക്ക് നമ്മുടെ ഇന്ത്യയിലെ അല്പം ഡാർക്ക് സ്കിന്നായിട്ടുള്ള ആൾക്കാരും US പൂർണ്ണമായിട്ടുള്ള ഡാർക്ക് സ്കിന്നുമായിട്ട് ഞാൻ നോക്കുന്നത്, ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ കാണുന്ന, അല്ലെങ്കിൽ ഞാൻ പല വർക്ക്ഷോപ്പുകളിലും സെമിനാറിലൊക്കെ കാണുന്ന ബ്ലാക്ക്, ഒരിക്കലും അവർക്കൊരു ചെറിയ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് പോലും അവരുടെ സ്കിന്നിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവരുടെ നീണ്ടു നിൽക്കുന്ന അവരുടെ ആറ്റിറ്റ്യൂഡും, ഈ അമേരിക്ക കെട്ടിപ്പടുത്തത് ഞങ്ങളുടെ വേർപ്പിലാണല്ലോ എന്നുള്ള ആ ഒരു പ്രൗഢ ഗംഭീരമായിട്ട് അവർ നിൽക്കുന്നത്. ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് എയർപോർട്ടിലൊക്കെ വരുമ്പോൾ നമ്മളെ ചെക്കിംഗ് ഒക്കെ നടത്തുന്ന അവർ ഒരുത്തരുടെയും അടിമയായിട്ടല്ല നിൽക്കുന്നത്. അവർ വളരെ ഇതായിട്ട് ബബിൾ ഗമൊക്കെ ചവച്ചുകൊണ്ട് നമ്മുടെ ഓരോ പാസ്പോർട്ടൊക്കെ നോക്കി നമ്മളോട് പറയുന്ന ആ ഒരു രീതികളൊക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പലപ്പോഴും എനിക്ക് വളരെ ബഹുമാനം തോന്നിയിട്ടുള്ള കുട്ടികളാണെങ്കിലും ശരി, നമ്മുടെ ഇവിടുത്തെ 15, 18, 20 വയസ്സുള്ള കുട്ടികൾ, അവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആണ്. അതേപോലെ തന്നെ ഞാൻ യൂണിവേഴ്സിറ്റികളൊക്കെ വിസിറ്റ് ചെയ്തപ്പോൾ നോക്കിയിട്ടുള്ളത്, ഈ ബോയ്സ് ആൻഡ് ഗേൾ ഫ്രണ്ട്സ് ആൻഡ് ബോയ് ഫ്രണ്ട്സ്, ഇവർ പോകുന്നവർ എനിക്ക് തോന്നുന്നത് ഒരു 40% നമുക്ക് എണ്ണാമെന്ന് തോന്നുന്നു. ഇവരെല്ലാം ബ്ലാക്കും വൈറ്റുമായിട്ട് ഒരു ഡിഫറൻസും ഇല്ലാതെ. അപ്പോൾ ബ്ലാക്ക് ഗേൾ ഒരു വൈറ്റിൻ്റെ ഗേൾ ഫ്രണ്ടായിട്ട്, നേരെ തിരിച്ചും അവർ ഈ കാമ്പസിൽ കൂടെ ഒക്കെ വലിയ സംഭവമായിട്ട് നടക്കുകയാണ്. പക്ഷെ നമ്മുടെ ഇവിടെ അതുമായിട്ട് ഒരുപാട്, അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരുപാട്, നമ്മുടെ ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസ്റ്റ് വെച്ചിട്ടാണ് തിരിച്ചിട്ടുള്ളത്.
അപ്പോൾ ഇന്ന് വീണ്ടും നമ്മളിപ്പോൾ ഈ പഠിച്ച് പുറകോട്ട് പോകുമ്പോൾ ആന്ത്രോപോളജിയിലേക്ക് നമ്മൾ പോകുമ്പോൾ, സോഷ്യോളജിയിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഈ ലേറ്റസ്റ്റ് പഠനങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ DNA ആയിട്ടുള്ള സ്റ്റഡിയൊക്കെ വരുമ്പോഴത്തേക്കും കേരളത്തിൽ വരുന്ന നമ്പൂതിരി, നായർ, ഈഴവാസ് ആൻഡ് പുലയ, ഇങ്ങനെ വരുന്ന താഴേക്ക് വരുന്ന ഓരോ കമ്മ്യൂണിറ്റി എടുത്ത് നോക്കുമ്പം ഇവരുടെ എല്ലാം DNA ഒരുപോലെ. അപ്പം ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുള്ള ഏതാണ്ട് ഈ 10,000-60,000 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർ തന്നെ അവർ പല സ്ഥലത്തും മാറി താമസിച്ച അതിൽ നിന്ന് വന്നിട്ടുള്ള, അപ്പോൾ അവരൊക്കെ ഓരോ ഡിഫറെൻറ്റ് ഗോത്രവർഗ്ഗങ്ങളായിട്ട് അറിയപ്പെട്ടതിൽ നിന്നും വന്നു. പക്ഷേ പിന്നെ അത് കഴിഞ്ഞ് നമ്മളിവിടെ വന്ന് ബ്ലഡുമായിട്ട് മിക്സ് ചെയ്തത് ഇറാൻ ഇല്ലെങ്കിൽ ടർക്കി ഈ മേഖലയിലൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുമായിട്ട് മിക്സ് ചെയ്ത ആൾക്കാരെ നമുക്ക് നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ആന്ത്രോപോളജി വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് ലേറ്റസ്റ്റ് ജെനറ്റിക് സ്റ്റഡീസ് കൂടെ നടത്തിയിട്ടുള്ള ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആ ഫീച്ചേഴ്സ് അറിയാം. ഈ കാര്യം ഇപ്പം തന്നെ ഞാനിപ്പോൾ ഈ പറയുന്ന നിമിഷം നിങ്ങൾക്ക് ഇത് കണ്ടതിന് ശേഷം കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് നമ്മുടെ DNA ടെസ്റ്റ് ചെയ്ത് നമ്മുടെ പേരൻസിൻ്റെ ഇത്ര പേരൻസ് മുതൽ ഇല്ല ഇത്ര ഇതിന് മുമ്പാണ് നമുക്ക് ബ്ലഡ് മിക്സ് ചെയ്തതെന്ന് പോലും പറയാൻ പറ്റുന്ന രേഖകൾ തരുന്ന സയൻറ്റിഫിക് സ്റ്റഡീസ് ഉണ്ട്. അപ്പോൾ പിന്നെ DNA ടെസ്റ്റ് എല്ലാം എടുത്തതിന് ശേഷം ഹൈദരാബാദിലും മുംബൈയിലുമായിട്ടാണ് ഇത് പോയിട്ട് ചെയ്യുന്നത്. നേരത്തെയൊക്കെ US അയച്ചു കൊടുത്തിട്ടായിരുന്നു. അപ്പോൾ ചെയ്തേക്കുന്നത് മുഴുവൻ അതിൻ്റെ മൊത്തം റിസൾട്ട് കഴിച്ച് പഠിച്ച് നോക്കിയപ്പോഴത്തേക്കും ഇവിടെ നിന്ന് വരുന്നത് പുറത്തുനിന്ന് വന്നൊരു ഗ്രൂപ്പല്ല. ചില സ്ഥലത്ത് മാത്രം ആര്യൻ മിക്സ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ശരിക്കും വന്നിട്ടുള്ള ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുള്ള റേസ് പ്ലസ് ഇറാൻ ഓർ ടർക്കി ആ മേഖലയിൽ നിന്ന് വന്നിട്ടുള്ളത്, അത് കഴിഞ്ഞ് ചില കേസിൽ മാത്രം നമ്മുടെ ആര്യൻ മിക്സ് വന്നിട്ടുണ്ട്, വളരെ മൈനോറിറ്റി. പിന്നെ നമ്മൾ കൽക്കട്ട, ഒഡീസ ഇങ്ങോട്ടൊക്കെ പോവുകയാണെങ്കിൽ മംഗോളിയഡ് റേസിൻ്റെയും മിക്സ് വന്നിട്ടുണ്ടാകാം. അപ്പോൾ എന്തായാലും ഈ 4 റേസുകളുടെ മിക്സേ നമുക്ക് ഇല്ല, 3 പ്രധാനമായിട്ടും കേരളത്തിൽ 3 ഈ 3 റേസിൻ്റെ മിക്സേ ഉള്ളൂ. അപ്പം ഈ കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം മാത്രമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആൾക്കാർ ബ്ലാക്ക് ആയിട്ടിരിക്കുന്നത്? അവർ പണിയുന്നതിന് ഇല്ലെങ്കിൽ സണ്ണിന് കൂടുതൽ എക്സ്പോസ് ചെയ്തതിൻ്റെ പേരിലാണ്. ധ്രുവപ്രദേശങ്ങളിലും തണുപ്പ് കൂടുതലുള്ളിടത്തും പ്രകാശമില്ലാത്തടത്തും ജനറേഷൻസ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അവർക്ക് ഡെഫിഷ്യൻസിയാണ് കൂടുതൽ. കാരണം വൈറ്റമിൻ D അവരുടെ ബോഡിക്ക് സ്വയം ഉൽപ്പാദിപ്പിക്കപ്പെടാനായിട്ടുള്ള കഴിവില്ല. അപ്പോൾ ഇതിനെ സൗന്ദര്യമായിട്ട് സങ്കല്പിക്കുന്ന പിന്നെ എന്താണ് അങ്ങനെ ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഞാൻ വെളുത്തതല്ല, എനിക്കത് വെളുക്കാനായിട്ട് തേച്ചുകൊണ്ട് നടക്കുക, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ബോഡിയുടെ ചില ഭാഗം മാത്രം കറുത്തിരിക്കുകയാണെങ്കിൽ ഓക്കെ, അത് നമുക്ക് ഓക്കെ. പക്ഷെ അതല്ല, നമ്മൾ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് നമുക്കത് ആസ്വദിക്കാൻ പറ്റണം. അപ്പോൾ ഒരാൾ കറുത്തതാണെന്ന് നമ്മൾ പറയുകയോ, ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ നീഗ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തെറ്റാണ്. നീഗ്രോ എന്ന് പറയാനായിട്ട് ഒരു ഇൻ്റർനാഷണൽ ഓഡിയൻസിന് നമുക്ക് പാടില്ല, ഡിറോഗേറ്റീവായിട്ട് പറയുന്നതാണ്. അപ്പം ബോഡിയിൽ നമുക്ക് ഉപയോഗിക്കുന്ന പോസിറ്റീവ് മൂവ്മെൻറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പൊക്കം കുറഞ്ഞ ആൾക്കാർക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഡോക്ടർ കലാമിനെ പോലുള്ള ആൾക്കാർ, പൊക്കം കുറഞ്ഞ ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. പൊക്കം കൂടിയ ആൾക്കാർക്ക് അവരുടേതായ അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പം അപ്പോൾ ഈ ബോഡീനെ പോസിറ്റീവായിട്ട്, അപ്പോൾ ഏറ്റവും ഫോളിങ് ഇൻ ലവ് വിത്ത് യുവർ ഓൺ ബോഡി. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ ബോഡി ഷെയ്മിങ് ചെയ്തിട്ട്, ഇപ്പം നമ്മൾ അടുത്ത കാലത്തൊരു വലിയ വിവാദം ഉണ്ടായത് എന്താണ്, കറുത്തിരിക്കുന്ന ആളിനെ കോമ്പറ്റീഷന് വിട്ട് കഴിഞ്ഞാൽ ഡാൻസിന് കിട്ടൂല, വലിയ കറുത്തവരെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, കറുത്തത് ഒരു റേസാണ്, ജെൻഡറാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ കറുത്തവരെ കാണുമ്പോൾ പ്രധാനം എനിക്ക് തോന്നുന്നത്, നല്ല കറുപ്പുള്ളവരെ എനിക്ക് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ആന്ത്രോപോളജിയും സോഷ്യോളജിയൊക്കെ ഡെപ്തി പഠിച്ചിട്ടുള്ളവരായിരിക്കും. അപ്പോൾ അവരുടെ പൂർവികർ എന്തുമാത്രം നമുക്ക് ആഹാരം ഉണ്ടാക്കി തന്നിട്ടുണ്ട്, എൻ്റെ പാസ്റ്റ് ജനറേഷന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി എന്തുമാത്രം ദേ വെർ ഫുഡ് പ്രൊവൈഡേഴ്സ്. നമ്മൾ ബ്ലാക്കിനെ കാണുമ്പോൾ ആൾക്കാരുടെ ചെയ്യാൻ, നമ്മുടെ നാട്ടിലുള്ള ബ്ലാക്ക് ആണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും അവർ പണിയെടുത്തിട്ടാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിയേറ്റിവിറ്റി എന്താണ്? ഒരു ധാന്യത്തിൽ നിന്നും 100 ധാന്യങ്ങൾ ഉണ്ടാക്കുക, 1000 ധാന്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്ത് നമ്മുടെ ജനറേഷനെ ഫീഡ് ചെയ്യാനായിട്ട് അധ്വാനിച്ച ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവരിൽ കറുപ്പ് വന്നത്. അപ്പം ഓരോ ബ്ലാക്കിനെ കാണുമ്പോഴും, ബ്ലാക്ക് സ്കിന്നുള്ള ആൾക്കാരെ കാണുമ്പോഴും ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി നോക്കുക. നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികർക്ക് അവർ ആഹാരം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഫുഡ് പ്രൊവൈഡേഴ്സായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ സ്കിന്ന് ബ്ലാക്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഭിമാനത്തോടു കൂടി നിൽക്കുക, ഞങ്ങൾ ഫുഡ് പ്രൊവൈഡേഴ്സായിരുന്നു, ഒരുപക്ഷെ കൂലിയില്ലാതെ ജോലി ചെയ്ത് ഈ സമൂഹത്തിന് ഞങ്ങൾ ഫുഡ് കൊടുത്തിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ അവരെ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ളവരാണ് എന്നുള്ള ആറ്റിറ്റ്യൂഡോട് വി വെർ പ്രൊവൈഡേഴ്സ് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ. അപ്പം നമുക്ക് മറ്റെന്തെങ്കിലും ഇത് കിട്ടുന്നുണ്ട്.
ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്, ഗവൺമെൻറ്റിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്. അതിനകത്ത് ഷെയിമോട് കൂടിയല്ല വാങ്ങിക്കേണ്ടത്. ഇറ്റ്സ് എ റൈറ്റ്, ഇറ്റ്സ് എ റൈറ്റ്. കാരണം നൂറ്റാണ്ടുകൾ, ഒരുപാട് നൂറ്റാണ്ടുകൾ ഇല്ലാത്ത ഒരു സാധനം, ഈ ലോകത്ത് സത്യമല്ലാത്തൊരു സാധനം, ദാറ്റ് മീൻസ് അൺടച്ചബിലിറ്റി ഇല്ലെങ്കിൽ കാസ്റ്റിസം, അത് പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിച്ച് ആ വിശ്വാസത്തിൻ്റെ പേരിൽ എക്സ്പ്ലോയിറ്റ് ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നമ്മളെക്കൊണ്ട് ഒരുപാട് കൂലിയില്ലാതെ പണിയെടുപ്പിച്ചിട്ടുണ്ടാവാം. അതിൻ്റെ ഒരു പേയിങ് ബാക്ക് ടു ദ സൊസൈറ്റി, അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് ഇന്നിപ്പം നമുക്ക് അമേരിക്കയിലുള്ള നമ്മൾ ഈ അമേരിക്കൻ ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ റെഡ് ഇന്ത്യൻസ് ഉദ്ദേശിച്ചാണ്. അവർക്ക് വേണ്ടിയിട്ട് മാത്രം ഇപ്പം ഇന്ന് അമേരിക്കൻ സിറ്റികളിൽ കസിനോ നടത്താനായിട്ട് അവകാശമുള്ളത് റെഡ് ഇന്ത്യൻസിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് രാജ്യം കാണിക്കുന്ന ഒരു സ്പെഷ്യൽ റിസർവേഷനാണത്. അവർക്ക് ജോലികൾക്കും അവരെ പോസിറ്റീവായിട്ടും ഗവൺമെൻറ് പറയാതെ തന്നെ ഒരു ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു ഇന്ത്യൻ ഉണ്ടെന്ന് പറയുന്നത് ഭയങ്കര അഭിമാനത്തോടു കൂടിയാണ് അവർ. ഓക്കെ, ഞങ്ങൾ അത്രയും പേരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ള ഇതോടുകൂടി. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം ചെയ്ത്, നിങ്ങൾ സംസ്കാരമുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നതോ നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നതോ മുകളിൽ ജോലി ചെയ്യുന്നതോ ആരായാലും ശരി, സ്കിൻ വെച്ചിട്ട് നമ്മൾ വിലയിരുത്തരുത്. ആ ഷേപ്പ് വെച്ചിട്ട് അക്രാവസ്റ്റിനെ നമ്മൾ വിലയിരുത്തിയതുപോലെ, ഇല്ല ആ ജനം അന്ന് വിലയിരുത്തിയതുപോലെ, അപ്പോൾ നമ്മൾ ചെരുപ്പ് കുത്തികൾക്ക് സമാനമായി മാറും. നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത് എഡ്യൂക്കേഷൻ, അവയർനെസ് ആൻഡ് കണ്ടൻറ് ഓഫ് ദെയർ ക്യാരക്ടർ, ഇതൊക്കെ വെച്ചിട്ടാണ്, അവരുടെ സംസ്കാരം, ഇതൊക്കെ വെച്ചിട്ടാണ്. അല്ലാതെ അവരുടെ സോഷ്യൽ ഒറിജിൻ ഇല്ലെങ്കിൽ അവരുടെ സമൂഹത്തിൻ്റെ ഒറിജിൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ ഈ ബോഡി ഷെയ്മിങ്ങിനകത്ത് നമ്മൾ ആന്ത്രോപോളജിക്കലി, സയൻറ്റിഫിക്കലി ആൻഡ് നമുക്ക് ഒറിജിനും ഒക്കെ ആയിട്ട് നോക്കുമ്പോഴത്തേക്കും ഒന്നുമില്ല. ഇതൊരു നമുക്കുണ്ടായിട്ടുള്ള തെറ്റായ ഒരു പ്രോഗ്രാം മാത്രമാണ്. അതല്ലാതെ നമ്മൾ പണ്ട് മുതലേ ഉന്നത കുലജാതനാണെന്ന് പറയുന്നത് ഒരു ഇതും അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു അഡ്വാൻറ്റേജും നമുക്ക് തരുന്നില്ല. അതിൽ തന്നെ ഈ ഉന്നത കുലജാതകയിൽ തന്നെ ഒരുപാട് ക്രിമിനൽസ് വരുന്നുണ്ട്. അതേസമയത്ത് ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് വരുന്നത് അവരെന്തെങ്കിലും ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്ന അതിൽ നിന്നുണ്ടാകുന്ന ക്രൈം മാത്രമാണ്. ഇപ്പോൾ വൈറ്റ് കോളർ ക്രൈംസ് എന്നൊക്കെ വരുന്നത് ഈ പറയുന്ന നമ്മൾ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി ആണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുകയാണ്, തോട്ടിൽ നിന്ന് ഇത് മാറ്റുക. അപ്പം നമ്മൾ ഏറ്റവും വലുതെന്ന് പറയാം നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ ഇഫ് യു ഹാവ് എ കളർ, ആ കളറ് നമുക്കൊരു അഭിമാനമായിട്ട് എടുക്കുക. അപ്പോൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യുക, അതിനകത്തുള്ള ബ്യൂട്ടി കാണുക. പിന്നെ അതിനെക്കുറിച്ച് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിലും അവർ നമ്മൾ കാണുന്നത് സഹതാപത്തോടു കൂടി കാണുക. അവർക്ക് അറിയില്ല സത്യം എന്താണെന്ന്, സയൻറ്റിഫിക് സത്യങ്ങൾ അവരറിയുന്നില്ല. ഈ ലോകത്തിലെ ഒരു ഇന്ത്യൻ, നമ്മളെ ഇന്ത്യക്കാരെ ഓർത്തിട്ട് ഇന്ത്യൻ എന്ന് പറയുന്നത് ദാറ്റ് ഇന്ത്യൻ ഗേൾ എന്ന് പറയുന്നതിനകത്ത് പോലും കോമ്പറ്റീഷനകത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ശില്പ ഷെട്ടിയുടെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, UK വെച്ച് പറഞ്ഞത് വലിയ വിവാദമായി തീർന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചില ആൾക്കാരുടെ ഒരു സ്വഭാവമാണ് എപ്പോഴും ഒരു സ്കെയിൽ ഇങ്ങനെ ബാക്കി വെച്ചിട്ട് നടക്കുക. ആരെ കണ്ടാലും പേരും കാര്യമൊക്കെ ചോദിക്കും, നാട് വീട് ഇതൊക്കെ ചോദിച്ചു വരുന്ന ഇവരെ ഈ സ്കെയിൽ വെച്ചിട്ട് അളന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്കെയിൽ വെച്ച് അളന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അളക്കുന്ന നിങ്ങളെയും അളക്കപ്പെടും. ഈ സ്കെയിലെടുത്ത് ഒടിച്ച് കളഞ്ഞ ആളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എവിടെ ചെന്നാലും നമ്മളെല്ലാവരുമായിട്ട് റാങ്കും ഒക്കെ ഉണ്ട്, അത് വേറെ. പക്ഷെ നമ്മൾ ഒരു ഹ്യൂമൻ ബീങ്സ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഈക്വലാണ്. അപ്പം ആ ഒരു ബോധ്യതയാണ്. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ പേരൻറ്റ് ചെയ്യുമ്പോഴും എല്ലാം ഈ ഒരു കാര്യം കുട്ടികൾ വളരെ പ്രധാനമായിട്ട് എന്താണ്, വാട്ട് ഈസ് ബ്ലാക്ക്, വാട്ട് ഈസ് വൈറ്റ്, വാട്ട് ഈസ് ഇൻ ബിറ്റ്വീൻ, ആൻഡ് വാട്ട് ഈസ് കമ്മ്യൂണിറ്റി, ആൻഡ് വാട്ട് ഈസ് റിലീജിയൻ. റിലീജിയനത്തെ ഇനിയിപ്പോൾ ഉള്ള കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി വരാൻ പോകുന്ന കാലം ഒരേ വീട്ടിൽ തന്നെ മുസ്ലിമും ക്രിസ്ത്യനും ഹിന്ദുവും ബുദ്ധിസ്റ്റും എല്ലാം ഉണ്ടാകും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ രാഷ്ട്രീയം പറഞ്ഞ പോലെ എപ്പോഴും ഇനി റിലീജിയൻ എന്ന് പറഞ്ഞ ഒരു പേഴ്സണൽ മാറ്ററായി ലോകത്ത് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുക. കുറേ റെസിസ്റ്റൻസ് ഉണ്ട്, ബട്ട് ഫൈനലി ദാറ്റ് വിൽ കം. പിന്നെ ഈ ബോഡി ഷെയ്മിങ് സ്പോർട്സിനകത്ത് ഒരുപാട് വരാറുണ്ട്. പിന്നെ പലപ്പോഴും മുൻവിധിയോടുകൂടി ചില ആൾക്കാർക്ക് കൊടുക്കാതിരിക്കുന്നുണ്ട്, അത്ലറ്റിക് പെർഫോമൻസിലൊക്കെ നമ്മൾ കൊടുക്കാതിരിക്കുന്നതാണ്. പിന്നെ ചില സ്കൂളിലൊക്കെ ഇപ്പോഴും ബുള്ളി ചെയ്യുന്ന ആൾക്കാർ, ഇത് മറ്റൊന്നുമല്ല, അവയർനെസ് കുറവാണ്. മൃഗത്തിൻ്റെ ലെവലിലേക്ക് അവരുടെ അവയർനെസ് പോകുന്നത് കൊണ്ട് മാത്രമാണ്. പിന്നെ ഈ കുട്ടികളിൽ അഡോൾസൻ സ്റ്റേജിൽ ഉള്ള ടീനേജേഴ്സൊക്കെ ഇതുകൊണ്ട് ഒരുപാട് മനപ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പേരൻസ് ഇത് കുട്ടികൾ പറഞ്ഞു കൊടുക്കണം, എന്താണ് നമ്മൾ ഈ കളറിലുള്ള വ്യത്യാസം എന്താണ്, ഒറിജിനലിൽ നമ്മൾ എന്താണ്.
അപ്പോൾ നമ്മൾ ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ആരും നമ്മളത് കെയർ ചെയ്യത്തില്ല. അപ്പോൾ ഈ ബ്യൂട്ടി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആഫ്രിക്കൻ ബ്യൂട്ടി ഒന്ന് അടിച്ച് നോക്കാം. ഓരോ രാജ്യത്തിന് 54 രാജ്യങ്ങളിൽ നിന്നുള്ള ബ്യൂട്ടീസ് അടിച്ച് നോക്കാം. നമ്മൾ ഈ സോ കോൾഡ് ഈ മിസ് വേൾഡ്, മിസ് യൂണിവേഴ്സ് ഒക്കെ വന്നേക്കുന്ന ആൾക്കാരും ഇവരുമായിട്ട് നോക്കാം, എത്ര മുഖത്ത് നോക്കി എത്രമാത്രം ബ്യൂട്ടിഫുള്ളാണ് അവർ. അപ്പോൾ നമുക്ക് മനസ്സിലാകും ബ്യൂട്ടി ഓഫ് ദ ബ്ലാക്ക്. പിന്നെ വേറൊരു കാര്യം പറയാൻ, ട്രഡീഷണലി നമ്മൾ പറയുമ്പോൾ ഈ ഓരോ കളറിനും ഓരോ പവറുണ്ട്, ഓക്കെ, ഇല്ലെങ്കിൽ ഓരോ മീനിങ് ഉണ്ട്. സാധാരണ രീതിയിൽ ഈ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഈ ബ്ലാക്ക് ഈസ് ദ കളർ ഓഫ് പവർ. അതുകൊണ്ടാണ് ജഡ്ജസ് ഒക്കെ ബ്ലാക്ക് ഉപയോഗിക്കുന്നത്. ഇതിലിപ്പോൾ രാജ്യങ്ങളുടെ പ്രസിഡൻറ്റുമാരും ഒക്കെ അവരുടെ അറ്റയറിൽ അവർ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ബ്ലാക്ക് ഉപയോഗിക്കുന്നത്. ബ്ലാക്ക് ഈസ് ദ കളർ ഓഫ് പവർ. എൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഇതാണ്, ഞാൻ പഠിച്ചിട്ടാണുള്ളതിനകത്ത് നോക്കുമ്പം ബ്ലാക്ക് ഈസ് ദ കളർ ഓഫ് പ്രൊവൈഡർ. കാരണം നമുക്ക് ഫുഡ് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്ന ഇന്ന് ഇപ്പോൾ ബ്ലാക്ക് ആയിട്ടുള്ള ആൾക്കാരുടെ മുതുമുത്തച്ഛനും അവരുടെ മുത്തച്ഛനൊക്കെയാണ് നമ്മുടെ പലരുടെയും പൂർവികർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ദേവർ ഫുഡ് പ്രൊവൈഡേഴ്സ്. അപ്പോൾ ആ ഗ്രാറ്റിറ്റ്യൂഡാണ് നമുക്ക് അവരിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ മീഡിയ ലിറ്ററസിക്കകത്ത് വരുമ്പോൾ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ വിഷ്വൽ മീഡിയക്കകത്ത് ഈ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അവയർനെസ് കൂടിയ റിപ്പോർട്ടേഴ്സൊക്കെ കുറച്ച് കുറവാണ്. അപ്പം പത്രപ്രവർത്തനം നടത്തുന്നതിനകത്തും മീഡിയ റിപ്പോർട്ടേഴ്സിനകത്ത് ഒരു മിഡിൽ എഡ്യൂക്കേറ്റഡ് ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അവരുണ്ടാക്കുന്ന തെറ്റും തിന്മകളും ഒക്കെ വളരെ വളരെ ധാരാളമുണ്ട്. അപ്പോൾ അവർ സെറ്റ് ചെയ്യുന്ന ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സും ഉണ്ട്, അതല്ല യഥാർത്ഥ. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് ഈ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞ് തന്നെ നിങ്ങൾക്ക് ഗൂഗിളിൽ ചെയ്യുമോ ChatGPTയിലൊക്കെ നോക്കുവാണെങ്കിൽ, അപ്പോൾ റേസ്, എത്തനോസിറ്റി ഓർ സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ്, ഇതൊന്നുമല്ല ഫ്യൂച്ചറിൽ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓസ്ട്രേലിയ നിങ്ങൾക്കറിയാം, ഓസ്ട്രേലിയയിൽ കൂടുതലും പ്രിഡോമിനൻ്റ്ലി വൈറ്റാണ്. പക്ഷേ അവിടെ ചൈനക്കാരും നമ്മൾ ബാക്കിയുള്ള ഏഷ്യൻസും എല്ലാം ഒരുപാടുണ്ട്. പക്ഷേ നമ്മൾ ഓസ്ട്രേലിയയുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ആരാണ് അവിടെ ഉള്ളത്? പണ്ട് യൂറോപ്പിൽ നിന്നും ക്രിമിനൽസിനെ കൊണ്ടുവന്ന് ജയിലിലിടുന്നതിന് പകരം ഒരു കോണ്ടിനെൻറ്റിൽ കൊണ്ടുവന്ന, വളരെ അകലെയുള്ളൊരു കോണ്ടിനെൻറ്റിൽ കൊണ്ടുവന്ന് വിട്ടുകൊണ്ടിരുന്ന സ്ഥലമാണ്. അപ്പം നമുക്ക് പറയുകയാണെങ്കിൽ ഇവരുടെ പൂർവികരൊക്കെ ക്രിമിനൽസ് ആയിരുന്നു നമുക്ക് പറയാമല്ലോ. അതിപ്പോൾ ഓരോ രാജ്യത്തിനും നമ്മൾ കഥയെടുക്കുമ്പോഴത്തേക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റിഗ്മയുള്ള ആൾക്കാരുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അറിവ് കുറവ് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ ചിലപ്പോൾ തെറ്റായി വിധിച്ച ആൾക്കാരായിരിക്കും. യുദ്ധത്തിന് പോയപ്പോൾ എതിർ യുദ്ധത്തിലുണ്ടാകുന്ന കുറ്റവാളികളെയും പിടിച്ച് അവിടെ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്രിമിനൽസ് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതേപോലെ തന്നെ മറ്റൊരു സ്റ്റിഗ്മ നമ്മൾ കാണുന്ന ഈ ഒരു ഷെയ്മിങ്ങിനകത്ത് മറ്റൊന്നാണ് ഈ മെൻ്റൽ ഹെൽത്ത് സ്റ്റിഗ്മ. ആക്ച്വലി മെൻ്റൽ ഹെൽത്തിനകത്ത് വരുന്നത് നമ്മളുടെ ബിഹേവിയറൽ കോൺഫ്ലിക്റ്റ്, നമുക്ക് എപ്പോഴും ഡിസ്ട്രാക്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിൽ നിന്നുണ്ടാകുന്ന ബിഹേവിയറൽ പ്രോബ്ലംസ് നമ്മൾ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് വെച്ച് സൈക്കോളജിസ്റ്റാണ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ബോഡി എപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്ന കെമിസ്ട്രി ഉണ്ട്, ബോഡി കെമിസ്ട്രി, ബയോ കെമിസ്ട്രി ആൻഡ് ഇലക്ട്രിക്കൽ സിഗ്നൽസ്. ഇതാണ് ബോഡിക്കകത്ത് മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബിഹേവിയറും എല്ലാം അതാണ്. അതിനകത്ത് ഭക്ഷണം മാറിപ്പോയാൽ ശരി, ഒരേ ഭക്ഷണം, നമുക്ക് പ്രത്യേകമായിട്ട് ന്യൂട്രിയൻസ് ഇല്ലാത്ത ഒരേ ഭക്ഷണം ഒരുപാട് കാലം അത് തന്നെ കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പല ബോഡി കെമിസ്ട്രി മാറിപ്പോകും. ഈവൻ നമ്മുടെ ബ്രെയിനിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ചെറിയ മാറ്റം വന്നാൽ പോലും നമ്മുടെ ബിഹേവിയറിൽ അത് കാണും. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? ഡോക്ടേഴ്സ് നോക്കിയിട്ട് അതിന് പറ്റിയ സപ്ലിമെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്, സപ്പോർട്ടിങ് മെഡിസിൻ കൊടുക്കുക എന്നുള്ളതാണ്. അതൊരു ഷെയിമായിട്ട് കാണുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. ഈ മാരേജിലൊക്കെ പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ഡോക്ടറെ കാണാൻ പോകില്ല, അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് പോകില്ല. അതൊക്കെ മെൻ്റൽ ഹെൽത്ത് സ്റ്റിഗ്മയായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ ശരിക്കുമുള്ളത് ചെയ്യേണ്ടതല്ല. നല്ല എഡ്യൂക്കേഷനുള്ള ആൾക്കാർ ഇത് വന്നു കഴിഞ്ഞാൽ, വളരെ VIP ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റ്, പുറത്തുനിന്നുള്ള കാര്യമാണ്, ഇൻറ്റേർണൽ കാര്യങ്ങളാണെങ്കിൽ സൈക്കാട്രിസ്റ്റ്, അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ന്യൂട്രീഷണൽ എക്സ്പെർട്ട്, അവരുമായിട്ട് കണ്ടത് കറക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് പകരം നമ്മൾ അതിന് സ്റ്റിഗ്മയായിട്ട്, മാരേജുമായിട്ട് ബന്ധപ്പെട്ട് ഡിസോർഡറായിട്ടും സ്റ്റിഗ്മയായിട്ടും വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡിസബിലിറ്റി, ഇപ്പോൾ ഒരു കാലിന് പോളിയോ ബാധിച്ചു, ഇല്ലേ കൈ, ഇത് നമുക്ക് വന്നിട്ടുള്ള ഫിസിക്കൽ ചാലഞ്ചസ്. ഈ ചാലഞ്ചസിനെ വെച്ചിട്ട് പണ്ടൊക്കെ കളിയാക്കുന്നവരുണ്ടായിരുന്നു, ഇതൊരു കണ്ണില്ലാത്ത കുട്ടീനെയാണ്. ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, എൻ്റെ പഠനകാലത്തൊക്കെ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് നമ്മളെ കഴിഞ്ഞും കൂടുതൽ ബോധമുണ്ട്. ഒരു കണ്ണില്ലാത്തൊരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ ബാക്കിയുള്ളവർ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ചർച്ചയിലേക്ക് വരാറില്ല. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു മാനേഴ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ എന്തെങ്കിലും ഒരു വിരലില്ല,
അപ്പം ഒരുവിധം സംസ്കൃതമായിട്ടുള്ള സൊസൈറ്റിയിലൊന്നും നിങ്ങളുടെ വിരലിന് എന്താ പറ്റിയത്, മൂക്ക് മുറിഞ്ഞു പോയിട്ടുണ്ട്, അതെന്താ നിങ്ങളുടെ മൂക്കിന് അങ്ങനെ പറ്റിയത്, ഇവിടെ ഒരു പാടുണ്ട്, ഇതെന്തിൻ്റെ ചോദിക്കില്ല. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്തൊരു ഒരു ആരെങ്കിലും വാക്കത്തി കൊണ്ട് വെട്ടിയ പാടാണെങ്കിൽ അങ്ങനെയുള്ളവരോട് എങ്ങനെയാണ് ആ പാട് വന്നതെന്ന് ചോദിക്കില്ല. ഓക്കെ, ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മാനേഴ്സ്. നമ്മുടെ ശമ്പളം, നമ്മുടെ ജോലി, നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചോദിക്കത്തില്ല. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മൾ ബോഡി ഷെയ്മിങ് ടി വിക്കകത്ത് ടി വി ഷോസിലും മ്യൂസിക്കിലും ഒക്കെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിനും അപ്പുറത്തേക്കാണ് നമുക്ക് വരുന്നത് ഈ സെക്ഷുവലൈസേഷൻ, സെക്സുമായിട്ട് ബന്ധപ്പെട്ട ഇല്ലെങ്കിൽ അതിനകത്ത് സെക്സ് അപ്പീലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ആൾക്കാരെ ഷെയിം ചെയ്യുകയും കളിയാക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ആളിന് സബ്ജക്റ്റിന് സെൽഫ് വർത്ത് നഷ്ടപ്പെടും, അവരെ സംബന്ധിച്ചിടത്തോളം സെൽഫ് ലവ് നഷ്ടപ്പെടും, അതിൽ കൂടെ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സോഷ്യൽ എക്സ്ക്ലൂഷൻ, ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കാൻ പറ്റിയ ഇങ്ങനൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞ പല യൂണിവേഴ്സിറ്റിയിലും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലും അത് സംഭവിക്കുന്ന അറിവില്ലായ്മ കൊണ്ടാണ്. അവർ സെൻസിറ്റൈസ് ചെയ്യുകയാണ്. കേരള പോലീസിൽ, ജുഡീഷ്യറിയിൽ ഇവിടെയൊക്കെ ഈ സെൻസിറ്റൈസിങ് സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പറഞ്ഞാൽ ഇത് ഉദ്യോഗസ്ഥർക്ക് അറിയത്തില്ലെങ്കിൽ അത് ക്ലിയറായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പതിയെ വന്നുകൊണ്ടിരിക്കുന്നു. ലോകത്ത് എവിടെ ചെന്നാലും നമുക്ക് വീൽ ചെയറിൽ എവിടെ വേണമെങ്കിലും പോകാം, എല്ലാ കെട്ടിടത്തിലേക്ക് നമുക്ക് ഓടിച്ച് കയറാവുന്ന. പക്ഷേ നമ്മുടെ പല കെട്ടിടവും അങ്ങനെയല്ല. കെട്ടിടങ്ങളൊക്കെ പയ്യെ അങ്ങനെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അവയർനെസ് വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഒരുപാട് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ബോഡി ഹീലിംഗ്, പ്രധാനമായിട്ട് നമുക്ക് ട്രോമ, അപ്പോൾ ട്രോമയുടെ പേരിലുള്ള ഷെയ്മിങ്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, സംസ്കാരമുള്ള ആൾക്കാർ അവിടെ സപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് ഈറ്റിംഗ് ഡിസോർഡേഴ്സ്, വളരെ തിന്നായി പോവുക അല്ലെങ്കിൽ വളരെ ബൾക്കായി പോവുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് അനോറെക്സിയ എന്നൊക്കെ പറയുന്ന, ബുളീമിയ എന്നൊക്കെ പറയുന്ന അസുഖങ്ങൾ. പിന്നെ മറ്റൊന്നാണ് നമുക്ക് ഈ LGBTQ. അതിനകത്ത് സത്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ ലോകത്ത് മിക്കവാറും പ്രദേശത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ 10% വരുന്നൊരു കമ്മ്യൂണിറ്റിയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു സയൻറ്റിഫിക് ഫാക്റ്റാണ്. നമ്മുടെ ലിംഗം ഉരുത്തിരിഞ്ഞ് വരുന്നതിന് മുമ്പ് ഗർഭസ്ഥാവസ്ഥയിൽ ബ്രെയിൻ ഏത് സെലക്ട് ചെയ്തു, പുരുഷൻ്റെ ബ്രെയിൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞ്, പക്ഷേ ശരീരം വന്നപ്പോഴത്തേക്കും പെണ്ണിൻ്റെ ആയിപ്പോയി. പക്ഷേ എപ്പോഴും ആ കുട്ടി വളർന്നു കഴിയുമ്പോൾ, പ്യൂബേരിറ്റി കഴിയുമ്പോൾ എപ്പോഴും അട്രാക്റ്റ് ചെയ്ത് സ്ത്രീയെ അട്രാക്റ്റ് ചെയ്തു. അപ്പോൾ സ്ത്രീ ടു സ്ത്രീ ആവും. അത് ഒരു ജനറ്റിക് ഡിസോർഡർ വന്നതാണ്, അല്ലെങ്കിൽ ഒരു ബൈ ബർത്ത് ഉണ്ടായ ഡിസോർഡറാണ്. ഇതിനിപ്പോൾ പല ആൾക്കാരും മനസ്സിലാക്കാത്ത ട്രാൻസ്ജെൻഡേഴ്സ് വന്ന് വീട്ടുകാർ തന്നെ അവർ ചെയ്സേവ ചെയ്ത്, എന്തുമാത്രം ക്രൂരമായ അവസ്ഥയാണ്, സോ ഇൻഹ്യൂമൻ. ഓക്കെ, അപ്പം നമുക്ക് ലെസ്ബിയൻ അല്ലെങ്കിൽ ഹോമോസെക്ഷൽ, അതും അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ ഇതിനകത്ത് നമുക്ക് വരുന്ന ആ ഒരു വ്യത്യാസം. പിന്നെ ഇത് സമൂഹത്തിലുണ്ടാക്കുന്ന അതിൻ്റെ പ്രോബ്ലംസ്. പിന്നെ ഇത് നമുക്ക് ഫാഷൻ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരുന്ന ഒരുപാട് സംഭവമുണ്ട്. അപ്പോൾ ഈ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ബ്യൂട്ടി സ്റ്റാൻഡേർഡ് നമ്മളിങ്ങനെ പരസ്യങ്ങളിൽ കൂടെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്ന പ്രശ്നം. ഫിറ്റ്നസ്സിനകത്ത് 6 പാക്കൊക്കെ കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ നമുക്ക് ഫിറ്റ്നസ് കമ്മ്യൂണിക്കേഷനകത്തൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഒരു കാര്യങ്ങൾ കൂടുതൽ വരിക. അതും അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഈ സൈബർ ബുള്ളിങ് വളരെ കൂടിയിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറയുക, ചർച്ച ചെയ്യുക, മറ്റു കളിയാക്കുക. പിന്നെ കൾച്ചറൽ നോംസ് കൊണ്ടുവരിക. അതുപോലെ തന്നെ അപ്പോൾ ഈ ബോഡി ഇമേജ് എന്താണ് നമുക്ക്, അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തും എന്തെങ്കിലും ഇപ്പോൾ ഡിപ്രഷനൊക്കെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറുതായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുകയാണ് സമൂഹം ചെയ്യുന്നത്, എല്ലാ ഓഫീസുകളിലും ചെയ്യുമ്പോഴത്തേക്കും ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് നമ്മളോട് തന്നെയുള്ള സെൽഫ് കമ്പാഷൻ. അപ്പോൾ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഈ കൂടെയുള്ളൊരു സ്കൂളിലും കോളേജിലൊക്കെയാണ് പിയർ സപ്പോർട്ട്. അവർക്ക് ആ എഡ്യൂക്കേഷൻ കിട്ടിക്കഴിയുമ്പം സെൻസിറ്റൈസ് ചെയ്യുമ്പോൾ ആ കുട്ടികൾ തന്നെ നമ്മളെ ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ളവരെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അവർ കൂടെ കാണും. അപ്പോൾ അതുപോലെ തന്നെ ഈ സോഷ്യൽ ജസ്റ്റിസ്, നമ്മുടെ കുറേ ആൾക്കാർ ഇന്ത്യയിലിരുന്ന് വാവിട്ട് വിളിക്കുന്ന പോലൊന്നും അല്ല, പറയുന്ന പോലെയല്ല. ഈ കൊടുക്കുന്ന പല സംഭവം അതിൻ്റെതായ മീനിങ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തന്നിട്ടുള്ള, അപ്പം നമ്മൾ സമൂഹത്തിൽ എഡ്യൂക്കേഷണലി, എക്കണോമിക്കലി ആൻഡ് സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അപ്പോൾ ട്രൈബ്സ് ആകാം, ഷെഡ്യൂൾ കാസ്റ്റ് ആകാം, ഷെഡ്യൂൾ ട്രൈബ് ആകാം, ഇവർക്കൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് കൊടുക്കേണ്ട ഒരു സോഷ്യൽ ബാധ്യതയായിട്ടാണ് മറ്റുള്ള ആൾക്കാരെല്ലാം, സംസ്കാരമുള്ള ആൾക്കാരെടുക്കുന്നത്. അല്ലെങ്കിൽ OBCs ആകാം. പക്ഷേ ഇതുകൊണ്ടുള്ളൊരു നേട്ടം, ഞാൻ കാണുന്നൊരു നേട്ടം, ഞാൻ എൻ്റെ ഒരു ബുക്കിനകത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സോഷ്യലി
എക്സ്ക്ലൂഡ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിൽ ആയുധമെടുക്കാത്തത്, അവർ ഒരു ഫിസിക്കൽ വാറിന് പോകാത്ത, സമൂഹത്തിൽ അസമത്വം ഉണ്ടാകാതെ ഒരു വാറിന് പോകാതിരിക്കുന്ന വെച്ചാൽ ഗവൺമെൻറ് സിസ്റ്റത്തിൽ ഇങ്ങനെ ഒരു കോമ്പൻസേറ്ററി ഡിസ്ക്രിമിനേഷൻ എന്നാണ് പറയുക. ഓക്കെ, പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് കോമ്പൻസേറ്ററി ഡിസ്ക്രിമിനേഷൻ കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് അവർക്കപ്പോൾ ആ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്നത് കിട്ടും ഉള്ളതുകൊണ്ട് അവർ വെറുതെ വാറിന് പോകേണ്ട കാര്യമില്ല, ബോംബ് എടുക്കേണ്ട കാര്യമില്ല, അവർ ആയുധം എടുക്കേണ്ട കാര്യമില്ല, അതിൻ്റെ പേരിൽ അവർ സംഘടിക്കേണ്ട കാര്യമില്ല. അവരൊരു പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ മാത്രം നടന്നാൽ മതി. അതുപോലെ തന്നെ നമുക്ക് വർക്ക് പ്ലേസിലുള്ള ഡിസ്ക്രിമിനേഷൻ, സ്ത്രീകളോടുള്ള സെക്സിസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ വരിക, അതല്ലെങ്കിൽ നമ്മൾ അവരോടുള്ള ഡിസ്ക്രിമിനേഷൻ വരിക. ഇന്നത് വളരെ ഇതായിട്ട് എല്ലാ തൊഴിൽ സ്ഥാപനങ്ങളിലും ഇത് വരാതിരിക്കാൻ, ചെറുതായിട്ട് വന്നാൽ പോലും അപ്പം തന്നെ അതിനെ പോസിറ്റീവായിട്ട് ഇനി അങ്ങനെ ഉണ്ടാകാത്ത രീതിയിൽ പെട്ടെന്ന് മാറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ മാക്സിമം ന്യൂട്രാലിറ്റി, രണ്ടും അല്ലാതെ ന്യൂട്രാലിറ്റിയും എപ്പോഴും വീക്കായിട്ടുള്ളവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചെറിയ ജൽപ്പനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട അവരുടെ സംസ്കാരം തീരെ കുറവാണ്, ഇല്ലാത്തൊരു സാധനം കൊടുക്കാൻ പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം ആ ഒരു രീതിയിലാണ് നമ്മളതിനെ കാണേണ്ടിയിരിക്കുന്നത്. അപ്പോൾ എക്സ്ക്ലൂഷൻസ് വരുമ്പോഴെല്ലാം നമുക്ക് അതുപോലെ വിമണിനെ എക്സ്ക്ലൂസ് ചെയ്യുന്നത്. അപ്പം ഈ ലോകത്തിലെ ഏത് സംസ്കാരമുള്ള കുടുംബങ്ങളും സമൂഹങ്ങളും സ്ത്രീയെ റെസ്പെക്റ്റ് ചെയ്യും. സ്ത്രീയെ റെസ്പെക്റ്റ് ചെയ്യാത്ത ഒരു സമൂഹത്തിനും പ്രോഗ്രസ് ഉണ്ടാകില്ല. അപ്പോൾ കാരണം അടുത്ത ജനറേഷൻസിനെ അവരാണല്ലോ നർച്ചർ ചെയ്ത് കൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റ് മാത്രമായിരിക്കും അവർക്ക് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഈ ബ്ലാക്കും വൈറ്റും എന്ന് പറഞ്ഞില്ലേ, മിഡിൽ എന്ന് പറയുന്ന സംഭവം എല്ലാം ശരിക്കും പറഞ്ഞാൽ ഹിസ്റ്റോറിക്കലി ഉള്ള നമ്മുടെ ഇഗ്നറൻസ് കൊണ്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള റേഷ്യൽ ഡിസ്പാരിറ്റിയൊക്കെ ഇഗ്നറൻസ് കൊണ്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള. അപ്പോൾ ആ രീതി നമ്മൾ ചിന്തിക്കാതിരിക്കുക. അപ്പോൾ ചിലയിടത്ത് പോലീസ് ബ്രൂട്ടാലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ടാകാറുണ്ട്. അപ്പോൾ ബ്ലാക്കിൻ്റെതായ ബ്യൂട്ടിയുണ്ട്, അവകാശങ്ങളുണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ബ്ലാക്കിന് അതിൻ്റെതായ പ്രിവിലേജ് ഉണ്ട്, അംഗീകാരങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് അപ്പോൾ അവിടെ ഒരു ഇക്കണോമിക് ഡിസ്പാരിറ്റി വരാതെ ഒരു സമത്വമായ ലോകം, നമ്മളിപ്പോൾ ലോകം കൂടുതൽ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ എല്ലാ സ്ഥലത്തും കുറഞ്ഞു, കോൺഫ്ലിക്റ്റുകൾ കുറഞ്ഞു. ഈ ഒരു കാര്യത്തിലും കൂടെ നമ്മൾ ഒരുപാട് നമ്മൾ ഈ ഇനിക്വാളിറ്റീസ് ഒത്തിരി കുറഞ്ഞിട്ട് ഈക്വൽ, ജസ്റ്റ്, ഫെയർ ആൻഡ് റീസണബിൾ സിറ്റുവേഷനിലേക്ക്. അപ്പം ഇനി ഇതിനെ മൊത്തം എടുക്കുമ്പോഴത്തേക്ക് ഐ എം കമ്മിങ് ടു ധർമ്മ. അപ്പോൾ ഈ ധർമ്മ എന്ന് പറയുന്ന ഒരു കാര്യം അത് ജസ്റ്റിസിൻ്റെ ഫെയർനെസ്സിൻ്റെ ഒക്കെ മുകളിലാണ് അൾട്ടിമേറ്റായിട്ട്. അപ്പം നമ്മൾ സഹജീവികളെയെല്ലാം നമ്മളെപ്പോലെ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള ധർമ്മ നമുക്കുണ്ടാവണം. അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് എങ്ങനെയെങ്കിലും ഇതിന് ഭാഗമായിട്ട് കാർമിക് ബർഡൻ്റെ പേരിൽ നമ്മൾ മോശമായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടും. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളോ നമ്മളായിട്ട് ഇടപെടുന്ന ആളോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഡിസബിലിറ്റി അല്ലെങ്കിൽ ഉണ്ടെന്ന് അവർ ആരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ നമ്മളവിടെ കുറച്ചുകൂടെ പ്രൊട്ടക്റ്റീവായിട്ട്, ഒരു സപ്പോർട്ടീവായിട്ട് കുറച്ചുകൂടെ അവരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക്. അപ്പം ഇതിനകത്ത് വരുന്ന ഈ പ്യുവറായിട്ടുള്ള ഇഗ്നറൻസ് കൊണ്ടാണ് ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് പറയാനായിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ വായിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് യൂട്യൂബിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊതുവെ ഇൻ്റർനെറ്റ് ഗൂഗിളിൽ നിന്നൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ്, ലോകം മുഴുവനുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പം നമ്മളെങ്കിലും നമ്മുടെ കുട്ടികളും നമ്മൾ ഇനിയുള്ള അങ്ങോട്ടുള്ള ജനറേഷൻസും നല്ല കൾച്ചറോട് കൂടി അല്ലെങ്കിൽ നല്ല അവയർനെസ്സോട് കൂടി അല്ലെങ്കിൽ നമുക്ക് സ്പിരിച്വലി എലവേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് നമ്മുടെ കർമ്മ ആൻഡ് ധർമ്മ, ആ ധർമ്മത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ജീവിക്കാനുണ്ടെങ്കിൽ ഈ ഒരു സാധനം നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യരുത്. ശകലം പോലും ചിന്തിക്കാത്തൊരവസ്ഥയിലേക്ക് അത് നമ്മളെ കൺസേണേ അല്ല, ആ ഒരു രീതിയിലേക്ക് എന്തെങ്കിലും കുറവുള്ളിടത്ത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എപ്പോഴും മാറേണ്ടതുണ്ട്. ഇത് നിങ്ങളെക്കൊണ്ട് കഴിയട്ടെ. അങ്ങനെ നിങ്ങളെല്ലാം യുണീക്കായിട്ടുള്ള, എലവേറ്റഡ് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സ് ആയി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.